Hello my dear students, welcome to Target Learning app, and it is a new chemistry session for CBSE 10th students. Okay, I know you are preparing well for your examination, right? എല്ലാവരും പ്രിപ്പറേഷനിലാണ്. സോ കെമിസ്ട്രിയിലെ വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സ് അല്ലേ, 3 ചാപ്റ്റർ, നമുക്ക് ടോട്ടൽ 5 ചാപ്റ്റർ ആണുള്ളത്. അതിലുള്ള 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. സോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ പഠിച്ച സംഭവങ്ങളാണ്. എനിക്ക് അതിലിപ്പം എക്സ്ട്രാ ആയിട്ട് ചാപ്റ്റർ വൈസ് ഒന്നും പറയാനില്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയും. Then come to the questions. നമുക്കറിയാം ഈ വർഷത്തെ പ്രത്യേകത നമുക്കറിയാം അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ യു ഷുഡ് ഫെമിലർ വിത്ത് ദാറ്റ് വൺ. ഓക്കെ, അത് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിങ്ങൾ നേരിടേണ്ട ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ വി ആർ എൻട്രിങ്. സോ അവർ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് അല്ലെ. കെമിസ്ട്രിയിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് അല്ലേ. സോ ആ ഒരു ടൈറ്റിൽ തന്നെ ഇറ്റ്സ് വെൽ നോൺ. what is the inside portions of that chapter? Okay, എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിക്കുന്നു. ഓക്കെ, അതിൽ ഞാൻ ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ തരാനാണ് ആദ്യം വിചാരിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നുണ്ടാവുക എ കെമിക്കൽ റിയാക്ഷൻ, റൈറ്റിംഗ് യൂസിങ് കെമിക്കൽ സിംബൽസ്, ബാലൻസിങ് ഓഫ് ഇറ്റ്, ആ ഒരു കോൺസെപ്റ്റ്. സോ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ബാലൻസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് എ MCQ അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സോ യു ഷുഡ് എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കാം, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും, നോ ഇഷ്യൂസ്. പിന്നെ നമ്മൾ പഠിക്കുക ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഏതൊക്കെ ടൈപ്സ് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് റിഡോക്സ് റിയാക്ഷൻ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെ. ഫസ്റ്റ് ആ ചാപ്റ്റർ നിങ്ങൾ ടെക്സ്റ്റ് അല്ലെ, നിങ്ങൾ NCERT ടെക്സ്റ്റ്, ഐ മീൻ CBSE ടെക്സ്റ്റ് ഫോളോ ചെയ്ത് പോവാ. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഇറ്റ്സ് ദ വാല്യുവേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ് ടെക്സ്റ്റ്. ഓക്കെ, എനിവേ, ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുക, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ഇറ്റ് മീൻസ് ദർ ഷുഡ് ടേക്ക് പ്ലേസ് എ കെമിക്കൽ ചേഞ്ച് അല്ലെ. ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവണം. ചെറിയ പോയിന്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ഡൗൺലോഡ് ടാർഗറ്റ് ലേണിംഗ് ആപ്പ് ഓൾസോ, ബിക്കോസ് നോട്ട്സ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം അവിടെ പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കെമിക്കൽ സിംബൽസ് യൂസ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മാഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നത് അല്ലെ, കമ്പഷൻ ഓർ ബേണിംഗ് ഓഫ് എ മാഗ്നീഷ്യം റിബൺ പറയുന്നുണ്ട്. ശരിയല്ലേ അല്ലെ? Mg+O2 gives MgO. നിങ്ങൾ അത് ബാലൻസ് ഒക്കെ ചെയ്തതാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് നിങ്ങളോട് അവിടെ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു നമ്മൾ എപ്പോഴാണ് പറയാ, എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ച് വരുമ്പോഴാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തു എന്ന് പറയാ? ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അല്ലെ, ചേഞ്ച് ഓഫ് കളറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവല്യൂഷൻ ഓഫ് എ ഗ്യാസ് അല്ലെ, എന്തെങ്കിലും ഗ്യാസ് എവല്യൂഷൻ അല്ലെ എവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഈ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നോ ഇല്ലേ എന്ന് പറയാം. റൈറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളിവിടെ മാഗ്നീഷ്യം കത്തിച്ചു, മാഗ്നീഷ്യം നമ്മൾ എന്ത് ചെയ്തു, ബേൺ ചെയ്തു. നമുക്ക് കിട്ടുക ഒരു പൗഡറി ആയിട്ടുള്ള മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് കിട്ടുക. ശരിയല്ലേ? മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഹാർഡല്ല, എന്നാൽ പോലും ഒരു സോളിഡ് ആയിട്ടുള്ള പൗഡറി ഒന്നും അല്ല അല്ലെ. ഒരു മാഗ്നീഷ്യം റിബൺ ആണ് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെ പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അല്ലെ ഒരു ചേഞ്ച് വന്നു. റൈറ്റ്, പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, അതായത് ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും തമ്മിലൊരു റിയാക്ഷൻ. റൈറ്റ്, ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, പ്ലസ് പൊട്ടാസ്യം അയോഡൈഡ് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, ലെഡ് അയോഡൈഡ് കിട്ടുന്നുണ്ടാവും. ശരിയല്ലേ? പ്ലസ് എന്ത് കിട്ടുന്നുണ്ടാവും, പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലേ. ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടുന്നുണ്ടാവുക.
അപ്പം നമുക്കറിയാം ഈ ലെഡ് അയഡൈഡ് ഫോം ചെയ്ത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? വി ഗെറ്റ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പം നമ്മൾ പറയും എന്ത്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഒരു ചേഞ്ച് ഇൻ കളർ അല്ലേ ശരിക്കും? നമ്മൾ ആ റിയാക്ഷനിൽ കാണുമ്പോൾ ഈ ലെഡ് അയഡൈഡ് ലെഡ് നൈട്രേറ്റ് പൊട്ടാസ്യം അയഡൈഡ് ലെഡ് നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. പിന്നെ അവർ ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു യെല്ലോ കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ കളർ. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഹെഡിങ് കാണാം, റൈറ്റിംഗ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിലാണ് നമ്മൾ ബാലൻസിങ്ങും കാര്യങ്ങളും ഒക്കെ പറയുക, ശരിയല്ലേ? ഓക്കെ, അതിൽ അയേണും വാട്ടറും നമ്മൾ റിയാക്ഷൻ ഉണ്ട്. ബാലൻസിങ് ഒന്ന് നോക്കിയേക്കുക. ബാലൻസിങ് അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഒരു ബാലൻസിങ്ങിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സപ്പോസ് നിങ്ങൾ ഒരു റിയാക്ഷൻ തന്നു വിചാരിക്കും, ഏത് റിയാക്ഷനും തരാം. നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലുള്ള റിയാക്ഷൻ മാത്രമേ വരൂ എന്ന് വിചാരിക്കരുത്. ബിക്കോസ് യു ആർ സ്റ്റഡിങ് സയൻസ്. സോ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻ വേണമെങ്കിലും തരാം. സപ്പോസ് ഒരു റിയാക്ഷൻ നോക്കുക, N2 + H2 gives NH3. Nitrogen and hydrogen combines to form ammonia. A simple reaction, right? അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം this is a combination reaction. ശരിയല്ലേ? ഇത് എന്താണ്? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്? അല്ലേ? അമോണിയ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷനിലോട്ട് വരും. എന്നാലും ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ ലുക്കിൽ തന്നെ ബാലൻസിങ് കിട്ടിപ്പോണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം 2 നൈട്രജൻ അല്ലെ, 2 നൈട്രജൻ അല്ലേ ഉള്ളത്? 2 നൈട്രജൻ ആറ്റം മീൻസ് 1 നൈട്രജൻ മോളിക്യൂൾ. ഇവിടെയോ 1 നൈട്രജനേ ഉള്ളൂ. ഹൈഡ്രജന്റെ എണ്ണം നോക്ക് നിങ്ങൾ. ഹൈഡ്രജൻ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ ആണ്? 3 ഹൈഡ്രജൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. സപ്പോസ് ഞാനിവിടെ 2 കൊടുത്തു എന്ന് വിചാരിക്കാം. N2 ആണല്ലോ. സോ അവിടെ 1 നൈട്രജൻ അല്ലേ ഉള്ളൂ, 2. അപ്പൊ ഹൈഡ്രജൻ എത്രയായി? മനസ്സിലായോ? അതായത് ഇവിടെ there are 2 നൈട്രജൻ. സോ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എത്ര നൈട്രജനേ ഉള്ളൂ? 1 നൈട്രജനേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു? 1 നൈട്രജനെ കൊടുക്കുന്നു. മീൻസ് ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 ആയിട്ട് കൊടുക്കുന്നു. സോ ഹൈഡ്രജൻ എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറിയില്ലേ? സോ ഇവിടെ 2 അല്ലേ ഉള്ളൂ, ഒരു 3 ഇവിടെയും കൊടുക്കുന്നു. N2 + 3H2 gives 2NH3. ഇല്ല, ഇങ്ങനെയാണ് ബാലൻസിങ്. വെരി സിമ്പിൾ ആണ്. ഒരു നമ്പർ ഗെയിം പോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബാലൻസിങ് ചെയ്യുക. സോ ആ ഒരു കാര്യമാണ് ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണല്ലോ നിങ്ങൾക്ക് ചോദിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒരു പക്ഷേ. ഇവിടെ നമ്പർ ഉണ്ടാവില്ല, ഇവിടെയും നമ്പർ ഉണ്ടാവില്ല. ഹൗ മെനി H2, ഹൗ മെനി NH3 എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് വിചാരിച്ച് ഒരിക്കലും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആവട്ടെ എങ്കിൽ പോലും അങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചാപ്റ്ററിൽ വരുന്ന പോർഷൻ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. ബാലൻസിങ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് ആപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഓക്കെ, ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൽ ഫസ്റ്റ് പറയുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓരോന്നിന്റെ ഡെഫിനേഷൻ ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ്സ് ഡെഫിനേഷൻ, റൈറ്റ്? സോ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 similar compounds are combined to form a single compound. ഓക്കെ, 2 സിമ്പിൾ ആയിട്ടുള്ള മീൻസ് 2 അതിലധികമോ 2 or more compounds അല്ലെ, സിമ്പിൾ കോമ്പൗണ്ട്സ് കമ്പൈൻ അല്ലെ, ആ ഒരു വേർഡ് കമ്പൈൻ. ഓക്കെ, കോമ്പിനേഷൻ കമ്പൈൻ ടു ഫോം എ സിംഗിൾ കോമ്പൗണ്ട്. എക്സാമ്പിൾ, കാൽഷ്യം ഓക്സൈഡ് കമ്പൈനിങ് വിത്ത് വാട്ടർ പ്രൊഡ്യൂസിങ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. റൈറ്റ്, ഇങ്ങനെയല്ലേ വരിക? Okay, so this is an example of combination reaction. Another example, carbon reacting with the oxygen forming carbon dioxide. അല്ലേ, 2 സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് കാർബണും ഓക്സിജനും. എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് എന്താണ്? ഒരു സിംഗിൾ നോട്ട് സിമ്പിൾ, സിംഗിൾ കോമ്പൗണ്ട് ഫോം. സിംഗിൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് CO2. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. കോമ്പിനേഷൻ ഇതിനെ ബന്ധിപ്പിച്ചുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സാറ് പറയും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ദാറ്റ്സ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി നോക്കുക, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ടാവുക ഡികമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഡികമ്പോസിഷൻ, വാട്ട് ഈസ് ഡികമ്പോസിഷൻ? ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ കോമ്പൗണ്ട്, ഇയാൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഒരു സിംഗിൾ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു?
ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഡിഫറെൻ്റ് അല്ലെ 2 or more കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു, കമ്പോണൻസ് ആയിട്ട് മാറുന്നു. കുറച്ചൊരു വൃത്തിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അത് മോളിക്യൂൾസ് ഓക്കെ ആറ്റം സ്റ്റേറ്റിലേക്കൊക്കെ ആയിരിക്കാം. നോക്കാം. ഡികമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ സിങ്ക് കാർബണേറ്റ് ഓൺ ഹീറ്റിംഗ് we got zinc oxide plus what? Carbon dioxide. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഹീറ്റ് ആണ്. ഹീറ്റ് ചെയ്യാൻ വേണ്ടത് സിങ്ക് കാർബണേറ്റിന്. അതേസമയം ഇയാളെ നമുക്കറിയാം ധാരാളം H2O അല്ലെ, നമ്മളെ വാട്ടർ ആണ് അല്ലെ. ഈ വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യല്ല, ഇലക്ട്രിസിറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക. സപ്പോസ് ഇലക്ട്രിസിറ്റി കൊടുത്തു, എന്താ സംഭവിക്കുക? H2 ആയിട്ടും O2 ആയിട്ടും ഇയാൾ എന്ത് ചെയ്യും? ഡികമ്പോസ് ചെയ്യും. ശരിയല്ലേ? 2H2O gives അല്ലേ, അവിടെ ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു വലിയ എക്സ്പെരിമെൻ്റ് ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒരു ഫിഗർ അവിടെ ഉണ്ട്, ഒരു മഗ്ഗിൻ്റെ ഫിഗർ കാണാം, അതിൽ 2 റോഡ് മുക്കി വെച്ചത് കാണാം, അവിടെ ഡിസോസിയേഷൻ നടക്കുന്നത് കാണാം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പം ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആവാം? ഒന്നെങ്കിൽ ഹീറ്റ് വഴിയാകാം. That kind of decompositions are called thermal decomposition. But what is thermal decomposition? Thermal decomposition is decomposition happen using temperature or heat. Heat use ചെയ്തിട്ടാണ് നമ്മൾ ഒരു decomposition ചെയ്തെങ്കിൽ നമ്മൾ എന്ത് പറയും അതിനെ? Thermal decomposition. Okay, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. Suppose AgCl 2Ag plus Cl2 അല്ലേ, അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മളൊരു ചൈന ഡിഷിൽ എന്ത് ചെയ്യുന്നു? കുറച്ച് സിൽവർ ക്ലോറൈഡ് AgCl എടുക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈറ്റിൻ്റെ പ്രസൻസിൽ വെക്കുന്നു. ലൈറ്റ് ഓക്കെ, ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഡികമ്പോസിഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും ഫോട്ടോ കെമിക്കൽ ഡികമ്പോസിഷൻ. എന്താണ്? ഫോട്ടോ കെമിക്കൽ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എങ്കിൽ പോലും ഡികമ്പോസിഷൻ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്കില്ല. ഓക്കെ, ഫോട്ടോ കെമിക്കൽ ഡികമ്പോസിഷൻ. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തെർമൽ ഡികമ്പോസിഷൻ. ഓക്കെ, ഇത് പറയണത് ഇത് ഇലക്ട്രോളിറ്റിക് ഡികമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ ഇലക്ട്രിക്കൽ ഡികമ്പോസിഷൻ, ഇതോ ഫോട്ടോ കെമിക്കൽ ഡികമ്പോസിഷൻ അല്ലേ. നമ്മൾ ലൈറ്റ് അല്ലേ, ഫോട്ടോ നമ്മൾ ലൈറ്റിൻ്റെ പ്രസൻസിലല്ലേ എടുക്കുകയുള്ളൂ, ക്ലിയർ ആവുള്ളൂ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ഫോട്ടോ കെമിക്കൽ ഡികമ്പോസിഷൻ. ഓക്കെ, അതാണ് ഡികമ്പോസിഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ പറഞ്ഞു, ഡികമ്പോസിഷൻ പറഞ്ഞു. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ ഒരു ആറ്റം ഗ്രൂപ്പിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ വേറൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വരുന്നു, റൈറ്റ്? അതായത് പൊതുവേ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കും 3rd ചാപ്റ്ററിൽ. അവിടെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പൊതുവേ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് എന്ത് ചെയ്യും? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെ, അതായത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ means moderately or highly reactive metal will displace the less reactive metal from its salt solution. അതാണ് സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫെൻഡ് ചെയ്തില്ലേ, ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിലോ അല്ലെ, പെട്ടെന്ന് വീണു പോവില്ലേ? അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുക, സിങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ശ്രദ്ധിച്ചോ, സിങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അവിടെ വേറൊരാളുണ്ട് CuSO4, കോപ്പർ സൾഫേറ്റ് നമുക്കറിയാം. ഇതിലുള്ള Cu എന്ന് പറയുന്നത് സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, ഇതാണെങ്കിലോ അത്ര ഹെൽത്തി അല്ല, ഒരു പാവാണ്. എന്താ ചെയ്യുക? ഈ സിങ്ക് ചെന്നിട്ട് എന്ത് ചെയ്യും? ഈ കോപ്പറിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് വരും? ZnSO4 ഫൈൻ പ്ലസ് എന്ത് വരും? Zn കഴിഞ്ഞു, ഈ SO4 ഇങ്ങോട്ട് കമ്പൈൻ ചെയ്തു, ബാക്കി ആരുണ്ടാവും? Cu. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. സിങ്ക് എന്ത് ചെയ്യുന്നു? കോപ്പർ സൾഫേറ്റിലായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ പൊസിഷൻ അല്ലെ, അയാളുടെ അവിടെ മീൻസ് അയാളെ അവിടെ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഇയാൾ അവിടെ കയറി ഇരിക്കുക. ദാറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഫൈൻ. ഇപ്പം ഈ റിയാക്ഷൻ നേരെ തിരിച്ചാന്ന് ആലോചിക്കൂ. കോപ്പർ പ്ലസ് സിങ്ക് സൾഫേറ്റ്. ഈസ് ഇറ്റ് പോസിബിൾ?
ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ Cu + ZnSO4 പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ നോ പ്രൊഡക്റ്റ്. ഏതായിരിക്കും ഓപ്ഷൻ? നോ പ്രൊഡക്റ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു സൊല്യൂഷൻ ആണ്. സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ആണ്. ഈ സൊല്യൂഷനിലുള്ള ഇയാള് ഈ വരുന്ന മീൻസ് ഈ ഒരു മെറ്റലിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിയാക്ഷൻ പോസിബിൾ ആവുള്ളൂ. റൈറ്റ്? അതായത് ഈ വരുന്ന മെറ്റൽ എന്ത് ചെയ്യണം? ഇയാളെക്കാളും റിയാക്റ്റീവ് ആവണം. എങ്കിൽ മാത്രമേ അയാളെ അവിടുന്ന് എന്ത് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇയാൾക്ക് അവിടെ കയറിയിരിക്കാൻ പറ്റൂ. ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ചെറിയൊരു ഐഡിയ റിയാക്ടിവിറ്റി സീരീസിനെ പറ്റി ഉണ്ടാവണം. നിങ്ങൾ ഓൾറെഡി 3rd ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിന് ഉണ്ടാകുക. അപ്പം അതെന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. സോ നോ ഇഷ്യൂസ്. സപ്പോസ് Mg ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിലോ, ഇത് പോസിബിൾ ആണോ? ഇങ്ങനെ ഒരു റിയാക്ഷൻ പോസിബിൾ ആണ്. കാരണം മാഗ്നീഷ്യം എന്ന് പറയുന്നത് സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. അപ്പൊ എന്ത് വരും? MgSO4 + Zn. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ പറയാ എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും SO4 വരണം എന്നില്ല. വേറൊരു എക്സാമ്പിൾ, സപ്പോസ് Pb + CuCl2 gives PbCl2 + Cu. ലൈക്ക് ലെഡ് എന്ത് ചെയ്യുന്നു? കോപ്പർ ക്ലോറൈഡ്. തൽക്കാലം നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. അയാളുടെ പേര് കുപ്രസ്, അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട്. നിൽക്കട്ടെ, കോപ്പർ ക്ലോറൈഡ് എന്ന് വിളിച്ചോളൂ. അയാൾ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു, ലെഡ് ക്ലോറൈഡ് ഉണ്ടാവുന്നു. ലെഡ് ക്ലോറൈഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ശരിക്കും? എന്താണ്? ഈ കോപ്പർ എന്ന് പറയുന്ന ആള് ലെഡിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് കോപ്പറിനെ അവിടുന്ന് മാറ്റി ലെഡിന് ഇവിടെ കയറിയിരിക്കാൻ പറ്റിയത്. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഫൈൻ, അത്രയേ ഉള്ളൂ. മോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മുടെ നോട്ടിലും ഉണ്ട്. ഓക്കെ, ദെൻ കം ടു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു. കമ്മിങ് ടു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്? എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? ശരിക്കും ഈ കെമിസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ലോജിക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ബൈ ഹാർട്ട് സ്റ്റഡി ഒഴിവാക്കുക, ലോജിക്ക് വെച്ച് പഠിക്കുക. എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്? ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായാലോ. സോഡിയം സൾഫേറ്റ്, ഓക്കെ, റിയാക്ടിങ് വിത്ത് barium chloride, forming barium sulphate, barium sulphate plus sodium chloride. സോഡിയം സൾഫേറ്റ് എന്ത് ചെയ്യുന്നു? ബേരിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് 2 ആണ് കേട്ടോ, BaCl2. ബേരിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യുന്നു, ഫോമിംഗ് ബേരിയം സൾഫേറ്റ് ആൻഡ് sodium chloride. What is the peculiarity of this reaction? What can be seen in this reaction? എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ റിയാക്ഷനിൽ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ലോജിക്കാണ്. ഇവിടെ സോഡിയത്തിന്റെ കൂടെ ആരാ ഉള്ളത്? ഹൂ ഇസ് ദ കൗണ്ടർ അയോൺ? കൗണ്ടർ അയോൺ എന്ന് പറയും. ഇപ്പൊ സോഡിയം പോസിറ്റീവ് ആയതുകൊണ്ട് ഇയാൾ നെഗറ്റീവ് ആയിരിക്കുമല്ലോ, ഓപ്പോസിറ്റ് അയോൺ. ഹൂ ഇസ് ദ കൗണ്ടർ അയോൺ നിയർ സോഡിയം? ഇസ് സൾഫേറ്റ്. വാട്ട് അബൌട്ട് ഹിയർ? ഇവിടെ സോഡിയത്തിന്റെ കൂടെ ആരാ ഉള്ളത്? ക്ലോറൈഡ്. ഓക്കെ, ക്ലോറൈഡ്. കണ്ടോ? ഇവിടെ ബേരിയത്തിന്റെ കൂടെ ആരാണുള്ളത്? ക്ലോറൈഡ് ആണുള്ളത്. ഇവിടെ ബേരിയത്തിന്റെ കൂടെ സൾഫേറ്റ് ആണ്. സോ ഇവിടെ സോഡിയത്തിന്റെ കൂടെ സൾഫേറ്റ് ആയിരുന്നു, ഇവിടെ ബേരിയത്തിന്റെ കൂടെ സൾഫേറ്റ്. സോ ഈ സൾഫേറ്റ് എന്ത് ചെയ്തു? ബേരിയത്തിന്റെ അടുത്തേക്ക് പോയി, അല്ലേ? അതല്ലേ ഇവിടെ നടന്നത്, അല്ലേ? സോഡിയത്തിന്റെ അടുത്ത് ആരായിരുന്നു? ബേരിയത്തിന്റെ അടുത്ത് ആരായിരുന്നു? ക്ലോറൈഡ് ആയിരുന്നു. അത് സോഡിയത്തിന്റെ അടുത്തേക്ക് പോയി. സോ അവരെന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്, അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. ഈ സോഡിയം ആവട്ടെ ബേരിയം ആവട്ടെ അവരുടെ കൗണ്ടർ അയോൺസിന് എന്ത് ചെയ്തു? ഇവർ എക്സ്ചേഞ്ച് ചെയ്തു. സോ ഇറ്റ് ഈസ് ദ പോയിന്റ് ഇൻ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ദാറ്റ് നത്തിങ് ബട്ട് എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. ഓപ്ഷൻസ് ഉണ്ടാവും. എക്സ്ചേഞ്ച് ഓഫ് ആറ്റംസ് എന്ന് ചോദിക്കാം, എക്സ്ചേഞ്ച് ഓഫ് മോളിക്യൂൾസ് പറയാം. ഓക്കെ, അതിൽ ഏതാണ് വരിക? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ആണ്. മാറിപ്പോയത്. അപ്പൊ നമ്മൾ 3 റിയാക്ഷൻ പറഞ്ഞു, കോമ്പിനേഷൻ പറഞ്ഞു, ഡികമ്പോസിഷൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ഓക്കെ, 4 എണ്ണം പറഞ്ഞു. റെഡി അല്ലേ? ഓക്കെ, ഫൈനലി റിഡോക്സ് റിയാക്ഷന്. റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റിൽ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. എന്തായാലും ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നമുക്കറിയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഓക്സിഡേഷൻ നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ
ഓക്സിഡേഷന് പല ഡെഫിനിഷൻ ഉണ്ട്. അതായത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ആണ് ഓക്സിഡേഷന്. നമ്മൾ ഇപ്പം 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ നമ്മളത് പഠിച്ചാൽ മതി. സംഭവം ഒന്നുമില്ല. അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഓക്സിഡേഷൻ. നിങ്ങൾ ചിലപ്പോൾ 9th കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഓക്സിഡേഷൻ. അതേപോലെ റിമൂവൽ ഓഫ് ഹൈഡ്രജനും എന്താണ്? ഓക്സിഡേഷൻ ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഇസ് ആൾസോ ഓക്സിഡേഷൻ. ഓർ ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താലും ഓക്സിഡേഷനാണ് സംഭവിക്കുക. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി. റിഡക്ഷനിലോ? റിഡക്ഷനിൽ എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഇത്രയൊരു കൺസെപ്റ്റ് മതി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താലും റിഡക്ഷനാണ് നടക്കുക അല്ലേ? സോറി, റിമൂവൽ ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ 5 ടൈപ്പ് റിയാക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കോമ്പിനേഷൻ, ഡികമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, പിന്നെന്താ പറഞ്ഞത്? ഓക്സിഡേഷൻ, റിഡക്ഷൻ. ഈ 5 ടൈപ്പ് റിയാക്ഷൻ. ഇനി ഇതിൽ പെടാത്ത, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹെഡിങ്ങിന് കീഴിൽ വരാത്ത കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താ ഈ ന്യൂട്രലൈസേഷൻ? നമ്മൾ വിശദമായിട്ട് പറയും. ഐ തിങ്ക് 2nd ചാപ്റ്റർ, ആസിഡ് ബേസ് ആൻഡ് സാൾട്ട്. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എ ആസിഡ് റിയാക്ട് വിത്ത് എ ബേസ്, വാട്ട് വിൽ ബി ഫോം? എ സാൾട്ട് ആൻഡ് വാട്ടർ. ദാറ്റ് ഈസ് ദ, അല്ലെ, ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? ഒരു സാൾട്ടും വാട്ടറും ഉണ്ടാവും. NaOH HCl റിയാക്ട് ചെയ്യുന്നത്, അല്ലെ, ആസിഡും ബേസും ആണ് അല്ലെ. നമ്മളത് 2nd ചാപ്റ്റർ ഓൾറെഡി പറയും. ഞാൻ അപ്പം പറഞ്ഞാൽ പോരെ, മതി. കാരണം ഇവിടെ അത് കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇനി വേറൊരു റിയാക്ഷൻ ആണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. കേട്ടിട്ടുണ്ടോ? പ്രസിപ്പിറ്റേഷൻ. എന്താ പ്രസിപ്പിറ്റേഷൻ? While reacting lead nitrate and potassium iodide, we got lead iodide, right? Lead nitrate reacts with the potassium iodide, we got lead iodide. That is a precipitate, right? That is a yellow precipitate. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ആ ഒരു, അല്ലേ, പ്രസിപ്പിറ്റേറ്റിന്, അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. പ്രസിപ്പിറ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അറിയാം. ഇപ്പം നമ്മൾ സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡ് നമ്മൾ റിയാക്ഷൻ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അതെന്താണ്? ഒരു പ്രസിപ്പിറ്റേഷൻ ആണ്. അവിടെ ബേരിയം സൾഫേറ്റ് ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. പ്രസിപ്പിറ്റേറ്റ് നിങ്ങൾ കുറച്ചും കൂടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസുകൾ ലാബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും, പ്രസിപ്പിറ്റേഷനൊക്കെ. ഓക്കെ, അപ്പം ആ ചാപ്റ്റർ ഏകദേശം ഒരു എൻഡിലാണ്. ലാസ്റ്റ് അവിടെ പറയുന്ന ഒരു സംഭവമാണ് റാൻസിഡിറ്റി. കേട്ടിട്ടുണ്ടോ? കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. അതിൽ കൊറോഷൻ നമ്മൾ അഗെയിൻ 3rd ചാപ്റ്ററിൽ പഠിക്കും. കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. കൊറോഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ അയൺ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ത് ചെയ്യുന്നു? വാട്ടറിൻ്റെ പ്രസൻസിൽ, മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു? അതായത് അവിടെ അല്ലേ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയും. അത് പിന്നെ എല്ലാവരും തന്നെ എഴുതാറുണ്ട്. റാൻസിഡിറ്റി ആണ് പലരും തെറ്റിക്കാറുള്ളത്. ഓക്കെ, എനിവേ, എന്താ അത് MCQ ആണെങ്കിൽ പോലും റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ്സ് ആൻഡ് ഓയിൽസിന് വരുന്ന ഒരു പ്രത്യേക തരം, അല്ലേ, അതിൻ്റെ ഒരു ഡിഫക്റ്റ് ആണ്, അല്ലേ, റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ പാക്ഡ് ഫുഡിൽ, അല്ലേ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാക്ഡ് ഫുഡിൽ എന്ത് ചെയ്യും? ആൻറ്റി ഓക്സിഡൻസ് ഫില്ല് ചെയ്യും. ആൻറ്റി ഓക്സിഡൻസ്, അതായത് നമ്മളെ ഫുഡ് കേടുവരിക, അല്ലെ, നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലേ, നമ്മളൊരു ഫുഡ് ഐറ്റം എന്ത് ചെയ്യാം? കേട് വന്നു പോകാന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടാവും, അല്ലേ, അതൊരുപാട് ബാക്ടീരിയ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള അല്ലെ ഇൻട്രാക്ഷൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ മെയിനായിട്ട് നമ്മൾ കെമിസ്ട്രിയിൽ പറയാം, അയാൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു, മീൻസ് ഓക്സിജന്റെ പ്രസൻസിൽ തന്നെ അയാൾ കേടുവന്നു പോയിട്ടുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കും. സോ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ചേർത്ത് കൊടുക്കും പാക്കറ്റ് ഫുഡിലൊക്കെ. പാക്കറ്റ് ഫുഡിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഫൈൻ. ഇപ്പം നമ്മൾ ഏറ്റവും ഡെയിലി ലൈഫിൽ നിന്നൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ പാക്കറ്റ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാത്തിലും കുറച്ച് എയർ ഉണ്ടാവും. അത് നോർമൽ ഓക്സിജൻ അല്ല. ഓക്സിജൻ ആണെങ്കിൽ അത് കേട് വന്നു പോകും. ആൻറ്റി ഓക്സിഡൻസ് ലൈക്ക് നൈട്രജൻ ഗ്യാസ് ഒക്കെ ചെയ്യാറുണ്ട്, കാരണം നൈട്രജൻ ഗ്യാസ് ലെസ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഇത്ര മാത്രമേ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ.
പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പം അതിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്കോർ. റൈറ്റ്, യുവർ സ്കോർ ഡിപ്പെൻഡ്സ് ഓൺലി ദ അപ്രോച്ച് ഓഫ് യുവർ സെൽഫ് ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെ നിങ്ങൾ എങ്ങനെ മൈൻഡ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ സ്കോർ. ഓക്കെ, നമുക്ക് എന്നാൽ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മൾ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തത് ഒരു 15 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് റാൻഡം ആയിട്ട്. അത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, വി ആർ ഹിയർ ഗോയിങ് ടു ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് വെച്ചാൽ റിപ്പീറ്റഡ്ലി 2 to 3 times വായിക്കണം. Magnesium ribbon is rubbed before burning because it has a coating of. നമ്മൾ അവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, ക്ലാസ് കണ്ടവർക്ക് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മഗ്നീഷ്യം റിബൺ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കത്തിക്കുന്ന എക്സ്പെരിമെന്റ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒന്ന് റബ്ബ് ചെയ്യുന്നു. മഗ്നീഷ്യം റിബൺ എന്ന് ഉദ്ദേശിക്കുന്ന വലിയ വലിപ്പമൊന്നും ഉണ്ടാകുന്ന സാധനമല്ല, സ്മോൾ പീസാണ്. അതൊന്ന് റബ്ബ് ചെയ്യുന്നു. വാട്ട് ഇസ് ദ ഇല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് ദ എയിം, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റബ്ബിങ് എ മഗ്നീഷ്യം റിബൺ ബിഫോർ ബേണിംഗ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നു ബേണിങ്ങിന് മുന്നേ നമ്മൾ എന്തിനാണ് മഗ്നീഷ്യം റിബൺ റബ്ബ് ചെയ്യുന്നത് എന്നാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അവർ ഓപ്ഷൻസ് ആർ എ ബേസിക് മഗ്നീഷ്യം കാർബണേറ്റ്, ബി ബേസിക് മഗ്നീഷ്യം ഓക്സൈഡ്, സി ബേസിക് മഗ്നീഷ്യം സൾഫൈഡ്, ഡി ബേസിക് മഗ്നീഷ്യം ക്ലോറൈഡ്. ഏതാണ് ആൻസർ? പറഞ്ഞോളൂ, ഏതായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, ഏതായിരിക്കും? ബി ആണ് ആൻസർ. ബി ആണ് നമ്മുടെ ആൻസർ. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് റിയാക്റ്റീവ് ആണ്, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളിപ്പം എയറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോവില്ല, പതുക്കെ റിയാക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും, ഒരു മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കോട്ടിംഗ്. അതൊന്ന് റബ്ബ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ നമ്മൾ അതിലായിരിക്കും റിയാക്ഷൻ ചെയ്ത് നമുക്ക് തെറ്റായ റിസൾട്ട് ആയിരിക്കും കിട്ടുക. റൈറ്റ്, അപ്പം ഏതൊരു ഇതായാലും ഏതൊരു മെറ്റൽ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അയൺ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു അയൺ കോട്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുക, റസ്റ്റ് എന്ന് പറയുക, റസ്റ്റിംഗ്, Fe2O3 ഓർ Fe3O4 ആ സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ്, ബേസിക് മഗ്നീഷ്യം ഓക്സൈഡ്. ശ്രദ്ധിക്കണം, മഗ്നീഷ്യം ഉണ്ടാക്കുന്നത് അല്ലെ, മഗ്നീഷ്യം ഓക്സൈഡ് അത് ബേസിക് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് 3rd ചാപ്റ്ററിലാണ് പറഞ്ഞത് അല്ലെ. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഷോർട്ട് വേയിലൂടെ പഠിക്കാം. ഇപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് MB അല്ലെ, മെഗാബൈറ്റ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാ അല്ലെ, ഇന്നത്തെ MB കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് അല്ലെ. NA നമ്മൾ കാണാറുണ്ട്, നോട്ട് അവൈലബിൾ അല്ലെ. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ആൻസർ എന്താ? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്, ബേസിക് മഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, come to the next question. Which of the following statement about the given reaction are correct? ഒരു റിയാക്ഷൻ തന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള റിയാക്ഷൻ. അത് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ഈ റിയാക്ഷൻ വെച്ചാൽ പഠിച്ച് കുറേ സ്റ്റെപ്പ് ആയിട്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിയാക്ഷൻ അതിൽ കുറച്ച് എന്താണ് പറഞ്ഞെന്താ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ളത് എടുക്കണം. ഇവിടെ നോക്കാം, അയൺ അല്ലെ, എന്താ ഇവിടെ സംഭവിച്ചത്? റിയാക്ഷൻ മാത്രം, ഞാൻ ബാലൻസ് ചെയ്യാതെ റിയാക്ഷൻ മാത്രം ഇവിടെ എഴുതാം. Fe പ്ലസ്, ഞാൻ ബാലൻസ് ചെയ്യുന്നില്ല, H2O gives Fe3O4 പ്ലസ് H2. ഇവിടെ നോക്കുക, ഇവിടെ അയണിന്റെ കൂടെ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ അയണിന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. ദാറ്റ് മീൻസ് Fe എന്തായി? ഓക്സിഡൈസ്ഡ്. ഇവിടെ ഹൈഡ്രജൻ, H2O ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്, അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാം H2O എന്തായി? റെഡ്യൂസ്ഡ്. നിങ്ങൾ 9th പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാണോ ഓക്സിഡൈസ്ഡ് ആയത് അയാളെ നമ്മൾ പറയും റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ ആർക്കാണോ നടന്നത് അയാളെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് ഏജന്റ്. ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, ആവശ്യം വരും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പം ഓക്കെ, റെഡ്യൂസ്ഡ് ആയത് ആരാണോ അയാളെ നമ്മൾ എന്ത് പറയും? ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആളെ നമ്മൾ എന്ത് പറയും? അല്ലെ, റിഡക്ഷൻ നടന്ന ആർക്കാണോ അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, what is the question? Okay. Okay.
Okay. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു ഓക്സിഡൈസ്ഡ് ആരാണോ അയാളാണ് റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസ്ഡ് ആരാണോ അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് വന്നു. അയോൺ മെറ്റൽ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. കറക്റ്റ് ആണോ? അയോൺ മെറ്റൽ ഓക്സിഡൈസ് ചെയ്തു. കറക്റ്റ് ആണ്. വാട്ടർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. വാട്ടർ റെഡ്യൂസ് ചെയ്തു. ശരിയാണ്. വാട്ടർ ഈസ് ആക്ടിങ് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ആണോ? വാട്ടർ റെഡ്യൂസിങ് ഏജന്റ് ആണോ? അല്ല. വാട്ടർ ഈസ് ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരി? ഒന്ന് ശരിയാണ് അല്ലേ? അയൺ മെറ്റൽ ഓക്സിഡൈസ് ചെയ്തു അല്ലെ? അയണിന്റെ കൂടെ ഒരു ഓക്സിജൻ വന്നില്ലേ? ഓക്സിഡൈസ് ചെയ്തു. ദാറ്റ്സ് കറക്റ്റ്. വാട്ടർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. 1, 2 and 4 സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആരാണ് ഓക്സിഡൈസ്ഡ് ചെയ്തത്, ആരാണ് റെഡ്യൂസ് ചെയ്തത്, ആരാണ്? അപ്പം ഓക്സിഡൈസ് ആയ ആൾ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കുമല്ലോ. റെഡ്യൂസ് ആയ ആൾ ആരായിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. നോ ഇഷ്യൂസ്. Okay, come to next question. Which among the following elements are true? Is or are? Okay, നോക്കാം. Exposure of silver chloride to sunlight for a long duration turns gray due to. Okay, അതായത് നമ്മൾ സിൽവർ ക്ലോറൈഡിനെ എന്ത് ചെയ്യുന്നു? സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ഗ്രേ കളറായിട്ട് മാറുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്നാ ക്വസ്റ്റ്യൻ. The formation of silver by decomposition of silver chloride, sublimation of silver chloride, decomposition of chlorine gas from silver chloride, oxidation of silver chloride. ഏതാ നിങ്ങൾക്ക് തോന്നുന്നത്? What will be your answer? ഇതിപ്പം നിങ്ങളൊരു അറിവിൽ ഇത് 4ഉം ശരിയാകുന്ന പോലെയാണ് കേട്ടോ. ഇതൊരു കുറച്ച് കൺഫ്യൂസിങ് ആണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അത് എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് പോവാം. അപ്പൊ ക്യാംഫർ അല്ലെ, നമ്മൾ കർപ്പൂരം എന്ന് പറയുന്ന സാധനം അല്ലെ, അയാൾ എന്ത് ചെയ്യുന്നു? സോളിഡ് ആണ്. കത്തിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ലിക്വിഡിലേക്ക് പോവാതെ ഗ്യാസ് ആയിട്ട് നേരെ പോകും. ദാറ്റ് ഇസ് സബ്. അപ്പൊ നമ്മൾ പറയും ക്യാംഫർ സബ്ലൈം ചെയ്തു എന്ന് പറയും, സബ്ലിമേഷൻ. അപ്പൊ ഈ സിൽവർ ക്ലോറൈഡിനെ കത്തിക്കുന്നൊന്നും ഇല്ലല്ലോ. സോളിഡ് ആയിട്ടുള്ള ആൾ തന്നെയല്ലേ സിൽവർ ക്ലോറൈഡ്. സിൽവറും സോളിഡ് ആണ്. അവിടെ പിന്നെ സബ്ലിമേഷൻ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ നോക്കൂ, ഓക്സിഡേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്. ആ ഇക്വേഷൻ എഴുതിയാൽ മനസ്സിലാവും. AgCl എന്തായിട്ട് മാറി? ഇതാണല്ലോ ഇക്വേഷൻ. ഇങ്ങനെയായിട്ട് മാറി. ഇതിലെന്തല്ല, ഇത് ഓക്സിഡേഷൻ അല്ല. ഓക്കെ, ഇവിടെ പിന്നെ സിൽവർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അത് റിഡക്ഷൻ ആണ് ശരിക്കും, ഓക്സിഡേഷൻ അല്ല. പിന്നെ ഒരു ക്ലോറിൻ ഗ്യാസിന്റെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ, ഡികമ്പോസിഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഫ്രം സിൽവർ ക്ലോറൈഡ്. അങ്ങനെ പറയാൻ പറ്റുമോ? ക്ലോറിൻ ഗ്യാസ് ഫ്രം സിൽവർ ക്ലോറൈഡ്, ഡികമ്പോസിഷൻ ആണ്. അത് എന്താണ്? ഫോർമേഷൻ. നമ്മളോട് പറഞ്ഞത് വൈറ്റ് കളർ ഗ്രേ ആയി മാറുന്നു. ക്വസ്റ്റ്യൻ വായിക്കണം. ശരിയാണ്, ഇവിടെ ക്ലോറിൻ ഇവോൾവ് ചെയ്യുന്നുണ്ട്, ഡികമ്പോസിഷൻ ഉണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞത് വൈറ്റ് കളർ ഗ്രേ ആയി മാറുന്നു. അതിനുള്ള കാരണമാണ് ചോദിച്ചത്. നിങ്ങൾ റീസൺ അസേർഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിന് ഞാൻ തൽക്കാലം ക്വസ്റ്റ്യൻസ് പറയുന്നില്ല, നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ദ ഫോർമേഷൻ ഓഫ് സിൽവർ ബൈ ഡികമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്. അതാണ് കറക്റ്റ്. 1 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ദാറ്റ് 1 ഓൺലി. എ ആണ് കറക്റ്റ് ആൻസർ. പെട്ടെന്ന് വായിക്കുമ്പോൾ കുട്ടികൾക്ക് 1 and 3 എന്നുള്ളത് വരും. പക്ഷെ നമ്മളോട് ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? ക്ലോറിന്റെ ഒരു കഥയും പറഞ്ഞിട്ടില്ല. ഈ ഗ്രേ കളർ ആവുന്ന എന്താന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിനുള്ള റീസൺ സിൽവർ ആയി മാറുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് ആൻഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, ഫൈൻ. ഐഡന്റിഫൈ എക്സ്. വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ആൾ ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ. ആരാണ്? CaO അല്ലേ? ലൈംസ്റ്റോൺ CaCO3 ആണ്. അയാളെ എയറിന്റെ ആബ്സെൻസിൽ നിങ്ങൾ ഹീറ്റ് ചെയ്തോളൂ, CaO + CO2 കിട്ടും. ഇതാണ് ആള്. കാൽഷ്യം ഓക്സൈഡ്. ഇതിനെ നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പോട്ടെ. ഇൻ എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ
reaction between aqueous potassium iodide and aqueous lead nitrate, a yellow precipitate of lead iodide is formed. നമുക്കറിയാം, നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞു, പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല. While performing the activity of lead nitrate is not available. നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ lead nitrate ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? Which of the following can be used in the place of lead nitrate? എന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ലെഡ് സൾഫേറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ലെഡ് അസറ്റേറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? അമോണിയം നൈട്രേറ്റ്, അതേപോലെ പൊട്ടാസ്യം സൾഫേറ്റ്. ഏതാണ് ആൻസർ വരിക? ഏതാണ് വരിക? അവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? യെല്ലോ പ്രസിപ്പിറ്റേറ്റിന് ലെഡ് അയഡൈഡ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? തിങ്ക് യുവർ ലോജിക്കലി നിങ്ങൾ അതിന് ആൻസർ കണ്ടുപിടിച്ച് നോക്കൂ. എന്തായിരിക്കും വരിക? നമുക്ക് അവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ലെഡ് അയഡൈഡ് കിട്ടണം. അപ്പോൾ ഇതിൽ ഏതെടുത്താൽ നമുക്ക് ലെഡ് അയഡൈഡ് കിട്ടും? ഇവിടെ പറയുന്നു ലെഡ് സൾഫേറ്റ് ഇൻസോല്യൂബിൾ ആണെന്നും പറയുന്നു, വാട്ടറിൽ ഇൻസോല്യൂബിൾ. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഓപ്ഷൻ ഏതാണ്? ബി. അത് തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, എ സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് കണ്ടെയ്നിങ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ. നമ്മൾ ഫുഡ് ഫാറ്റ് ആൻഡ് ഓയിലുള്ള ഫുഡിലേക്ക് നമ്മളൊരു സബ്സ്റ്റൻസ് ചേർക്കും. എന്താണത്? ഓക്സിഡൻറ്റ്, റാൻസിഡ്, കൂളൻറ്റ്, ആൻറ്റി ഓക്സിഡൻറ്റ്. ഏതാണ്? ആൻറ്റി ഓക്സിഡൻറ്റ്. ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. ഓക്കെ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഈസ് എ ഡികമ്പോസിഷൻ റിയാക്ഷൻ അല്ലേ? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് വാട്ടറിനെ നമ്മൾ പറഞ്ഞു കറണ്ട് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഡികമ്പോസ് ചെയ്യുന്നു. The mole ratio of hydrogen and oxygen gas is liberated during the electrolysis of water. വാട്ടറിന്റെ ഫോർമുല H2O അല്ലേ? റേഷ്യോ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ മാത്തമാറ്റിക്സിൽ. അപ്പം H:O എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 2 അല്ലേ? 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ അല്ലേ? 2:1. അപ്പോൾ ഹൈഡ്രജൻ ഏതാ വരിക? ആൻസർ ബി ആണ് വരിക അല്ലേ? H2O 2:1. നമ്മളിത് പറഞ്ഞതാണ്, എക്സ്പെരിമെന്റ് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് Pb plus Cl2 gives PbCl2 plus Cu. The above reaction is an example of what? Displacement reaction. ഇതൊന്നും ആലോചിക്കാനില്ല. ലെഡ് കോപ്പറിന്റെ പൊസിഷനിൽ ആര് വരുന്നു? ലെഡ് വരുന്നു. ലെഡ് റിയാക്റ്റീവ്, കുറച്ചുകൂടി റിയാക്റ്റീവ് ആണ് കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ. കോപ്പർ കുറച്ച് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്. In which of the following chemical equations the abbreviations represent the correct states of the reactants and products involved at reaction temperature? അതായത് കുറച്ച് റിയാക്ഷൻ സെയിം റിയാക്ഷനാണ്. നമ്മൾ H2O2 റിയാക്ട് ചെയ്ത് H2 ഉണ്ടാകുന്നതാണ്, എവിടെയും തെറ്റൊന്നുമില്ല. ആകെ എന്താ മാറ്റം? ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് പലതാണ് കൊടുത്തത്. ഏതായിരിക്കും വരിക? അറ്റ് റിയാക്ഷൻ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്, ഏതെങ്കിലും ടെമ്പറേച്ചർ അല്ല. റിയാക്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേ ചെയ്യുള്ളൂ. ആലോചിക്കൂ, ഹൈഡ്രജൻ എന്തായാലും ഗ്യാസ് ആണ്, അതിൽ ആർക്കും തർക്കമില്ല. ഓക്സിജനും ഗ്യാസ് ആണ് അല്ലേ? അപ്പം ആദ്യത്തെ 2 ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. CO DO എടുക്കാം. കിട്ടുന്ന വാട്ടർ ലിക്വിഡ് ആയിരിക്കോ ഗ്യാസ് ആയിരിക്കും? ഞാൻ പറഞ്ഞു, ഞാനൊരു ക്ലൂ തന്നു, ഹൈ ടെമ്പറേച്ചറിലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ കിട്ടുന്ന ആ ഒരു ഗ്യാസ് ആയിരിക്കോ? വാട്ടർ മോളിക്യൂൾ ഗ്യാസ് ആയിട്ടായിരിക്കും ലിക്വിഡ് ആയിട്ടായിരിക്കും? ഗ്യാസ് ആയിട്ടായിരിക്കും. എന്തത്ര സംശയം? ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡ് ആയിട്ട് H2 കിട്ടില്ലല്ലോ. മനസ്സിലായോ? H2O എപ്പോഴും ലിക്വിഡ് ആണോ? അല്ല. 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് H2O എങ്ങനെയാണ് കിട്ടുക? ഗ്യാസ് ആയിട്ടാണ് കിട്ടുക. ദാറ്റ്സ് ഓൾ. When green colored ferrous sulphate crystals heated, the color of the crystal changes because. നല്ലൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. FeSO4 ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതാണ് FeSO4. FeSO4 എന്ന് അവർ പറഞ്ഞിട്ടില്ല, ഫെറസ് സൾഫേറ്റ് അല്ലേ? അത് ഹീറ്റ് ചെയ്യുമ്പം കളറ്, ക്രിസ്റ്റലിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ 3rd ചാപ്റ്ററിൽ സെയിം സംഭവം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും 3rd ചാപ്റ്ററും റിയലി കണക്റ്റഡ് ആണ്. സെയിം സംഭവം ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യം വരും. എന്തായാലും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇറ്റ് ഈസ് decomposed to ferric oxide, it loses water of crystallization, it forms SO2, it forms SO3. ഏതാണ്? നമ്മൾ ഒരുപാട് നേരം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ആൾക്കാരുണ്ടാവും. SO2 അവിടെ ഉണ്ടാകും. SO2 പിന്നെയും റിയാക്ട് ചെയ്ത് SO3 ആയിട്ട് മാറും. പക്ഷേ ഫസ്റ്റ് ആ ഗ്രീൻ കളർ യെല്ലോ കളർ മീൻസ് ഗ്രീൻ കളർ പോകാനുള്ള കാരണം, ക്രിസ്റ്റലും ആ കളർ മാറാനുള്ള കാരണം എന്താണ്? ഇറ്റ് ലോസസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ആ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അല്ലേ, അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു വാട്ടർ എമൗണ്ട് 2H2O അതങ്ങ് പോകുന്നതാണ്. മനസ്സിലായില്ലേ? 2nd ചാപ്റ്ററിലെ ലാസ്റ്റിലേക്കും ഈ സെയിം സംഭവം വരുന്നുണ്ട്. Next question, which of the following reactions will not take place? Okay, Zn plus CuSO4 gives
ZnSO3 plus Cu. അതൊരു മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി അത് ZnSO3 അല്ല, ZnSO4 തന്നെയാണ് കേട്ടോ, ഒരു മിസ്റ്റേക്ക് ആണ്, സോറി. ZnSO4 plus Cu. 2 kBr plus Cl2 gives KCl plus Br2. Next reaction, Zn plus MgSO4 gives ZnSO4 plus Mg. Mg plus FeSO4 gives MgSO4 plus Fe. ഏതാണ്? ഈ മൂന്നെണ്ണം എയും സിയും ഡിയും നിങ്ങൾക്ക് അറിയുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇപ്പം രണ്ടാമത്തെ അറിയില്ല എന്നല്ല, അതൊരു നിങ്ങൾ കേൾക്കാൻ ചാൻസ് കുറവാണ്. പൊട്ടാസ്യം ബ്രോമൈഡിൻ്റെയും ക്ലോറിൻ്റെയും റിയാക്ഷൻ പറയൂ, ഏതാണ് ഇതിൽ മിസ്റ്റേക്ക്? ഈ 3 റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ? ഈ 3 അല്ല, ഈ 4 റിയാക്ഷനും അല്ല, ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ 2 ആൾക്കാരോ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ശരിയല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഫസ്റ്റത്തെ ശരിയാണോ? സിങ്ക് കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് മെറ്റൽ ആണ്, അപ്പോൾ ഇത് പോസിബിൾ ആണ്, റിയാക്ഷൻ പോസിബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. തേർഡ് വൺ, സിങ്ക് ആണോ മഗ്നീഷ്യം ആണോ റിയാക്ടിവിറ്റി കൂടുതൽ? മഗ്നീഷ്യം ആണ്. സോ ദിസ് റിയാക്ഷൻ ഇസ് നോട്ട് പോസിബിൾ, ഹെൻസ് ദിസ് ഇസ് ദ ആൻസർ. ലാസ്റ്റ് വൺ പോസിബിൾ ആണ്. അയൺ മഗ്നീഷ്യത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്, ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ തെർമൽ ഡികമ്പോസിഷൻ? എന്താ തെർമൽ ഡികമ്പോസിഷൻ പറഞ്ഞാൽ? ടെമ്പറേച്ചർ അല്ലെ, ഹീറ്റ് കൊടുത്തിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. H2O, 2H2O gives 2H2 plus O2. തെർമൽ ആണോ? അല്ല, ഇലക്ട്രോളിസിസ് നമ്മൾ അതിനെ പറയാം, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, 2AgCl gives 2Ag plus Cl2. തെർമൽ ആണോ? അല്ല, അതെന്ത് റിയാക്ഷനാ? ലൈറ്റിന്റെ പ്രസൻസിൽ, ഇത് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, സിങ്ക് കാർബണേറ്റ് gives zinc oxide plus carbon dioxide. ശരിയാണോ? യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഡി, H2 plus Cl2, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ഒരു ആൻസർ അല്ലേ ഉള്ളൂ. Cl2 gives 2HCl. അതെന്ത് റിയാക്ഷനാ? കോമ്പിനേഷൻ റിയാക്ഷനാ. ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായി. നെക്സ്റ്റ് വൺ, barium chloride on reacting with a ammonium sulphate forms barium sulphate and ammonium chloride. Which of the following correctly represent the type of reaction? So ആ റിയാക്ഷൻ ഞാനൊന്ന് എഴുതാം. ബേരിയം ക്ലോറൈഡ് എന്ത് ചെയ്തു? അമോണിയം സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു. നിങ്ങൾ എഴുതിയെടുത്തോളൂ. എന്തുണ്ടായി? ബേരിയം സൾഫേറ്റ് ഉണ്ടായി പ്ലസ് അമോണിയം ക്ലോറൈഡ് ഉണ്ടായി. നമ്മൾ പറഞ്ഞ അതെന്ത് ടൈപ്പ് റിയാക്ഷനാണ് മക്കളെ? എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അമോണിയത്തിന്റെ കൂടെ സൾഫേറ്റ് ആയിരുന്നു, ഇവിടെ ബേരിയത്തിന്റെ കൂടെ ക്ലോറൈഡ്. അപ്പുറത്ത് പോയപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. സോ ഇറ്റ്സ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ ബേരിയം സൾഫേറ്റ് ഒരു precipitate ആണ്. PPT എന്ന് കൊടുക്കാട്ടോ തൽക്കാലം ഞാൻ, precipitate. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. കുറച്ച് ഇത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ ഇത്? അല്ല, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നെ എന്തും കൂടിയാണ്? precipitation റിയാക്ഷനും കൂടിയാണ്. സോ ഡി ആണ് ആൻസർ വരിക. precipitate ഉണ്ടാവുന്നില്ലേ ബേരിയം സൾഫേറ്റ്, പിന്നെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പൊ precipitate ഉണ്ടാവുന്നില്ല എന്ന് അറിയാത്തൊരു കുട്ടി 4 മാത്രം, സി ആണ് ആൻസർ ചെയ്യുക. അത് തെറ്റാണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. Coming to next question, the following reaction is used for the preparation of oxygen gas in the laboratory. KClO3 heat ചെയ്യുന്നു, KCl plus O2. Which of the following statement is or are correct about the reaction? It is a decomposition reaction and endothermic in nature. ആണോ? ഡീകമ്പോസിഷൻ ആ, ഹീറ്റ് കൊടുക്കുമ്പോൾ ഡീകമ്പോസിഷൻ ആണ്, എൻഡോതെർമിക് ആണ്. വേറൊരു, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ? അല്ല, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഹീറ്റ് കൊടുത്തിട്ട് ഡിസോസിയേറ്റ് ചെയ്യല്ലേ, സോ കോമ്പിനേഷൻ അല്ല. ഇറ്റ് ഈസ് എ ഡികമ്പോസിഷൻ റിയാക്ഷൻ അക്കമ്പനീഡ് ബൈ റിലീസിംഗ് ഓഫ് ഹീറ്റ്. ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ ആ ഹീറ്റ് കൊടുക്കുകയാണ്, നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ഫസ്റ്റ് ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഫോട്ടോകെമിക്കൽ അല്ല, ഫോട്ടോകെമിക്കൽ ഒന്നല്ല. ഹീറ്റ് വന്നാൽ എന്തായാലും നമ്മൾ എന്താണ്? തെർമൽ ആണ് അല്ലെ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് ഇൻ നേച്ചർ വെച്ചാൽ ഹീറ്റ് അപ്ലൈ ചെയ്യാണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും, ഓക്സിജന്റെ കൂടെ നമുക്ക് ഹീറ്റും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ എക്സോതെർമിക്. സപ്പോസ് അപ്പോൾ CaO plus H2O gives CaOH twice plus heat. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുമ്പോൾ അതിന്റെ കൂടെ ഹീറ്റും കൂടി കിട്ടും. സോ എക്സോതെർമിക്. ഇയാൾ എൻഡോതെർമിക് ആണ്. The brown gas evolved with the heating of copper nitrate is ഏതാണ്? NO2. ലെഡ് നൈട്രേറ്റ് ആണെങ്കിലും ഹീറ്റ് ചെയ്യുമ്പോൾ, നൈട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് NO2 ആണ് കിട്ടുക. ബ്രൗൺ ഗ്യാസ് ലാബിൽ ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്.
ഓക്കെ, ഇത്രയും ഞാൻ റാൻഡം ആയിട്ട് ഒരു 15 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തതായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മുൻപത്തെ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, മുൻപത്തെ വർഷം ഇപ്പം MCQ അല്ലായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം, നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. 2018 CBSE ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. വാട്ട് ഈസ് ഒബ്സർവ്ഡ് വെൻ എ സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് ആഡഡ് ടു എ സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്? ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും എടുത്ത് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവും. ബേരിയം സൾഫേറ്റ് ഈസ് എ precipitate. റൈറ്റ് ഇക്വേഷൻ ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ആൻഡ് നെയിം ദ ടൈപ്പ് ഓഫ്, അല്ലെ, നമ്മൾ അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു, അല്ലെ. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ എഴുതാം. Na2SO4 പ്ലസ് BS 2018 ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ ഇത്. ഗീവ്സ് എന്തുണ്ടാവും? BaSO4 പ്ലസ് 2NaCl. ഓക്കെ, നോക്കുക. വാട്ട് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? എക്സ്പ്ലെയിൻ. ഇപ്പം നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇല്ലേ, അത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വിത്ത് എൻ എക്സാമ്പിൾ, എ സ്മോൾ എമൗണ്ട് ഓഫ് ക്വിക്ലൈം ഈസ് ആഡഡ് ടു വാട്ടർ ഇൻ എ ബീക്കർ. നെയിം ആൻഡ് ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, ക്വിക്ലൈം എന്ന് പറഞ്ഞാൽ CaO ക്വിക്ലൈം. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്ത് ടൈപ്പ് റിയാക്ഷൻ? ആ കോമ്പിനേഷൻ ആണ്, എക്സോതെർമിക് ആണ്, അല്ലേ. റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇത് തന്നെയാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. സോ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. വാട്ട് ഈസ് ഒബ്സർവ്ഡ് അബൌട്ട് 1 hour ഓഫ് ആഡിങ് സ്ട്രിപ്സ് ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം സെപ്പറേറ്റ്ലി ടു ഫെറസ് സൾഫേറ്റ്? ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു, ജസ്റ്റ് വരയ്ക്കുകയാണ്. ഇത് ഫെറസ് സൾഫേറ്റ്, ഒന്നിൽ കോപ്പർ മുക്കി വെച്ചിരിക്കുന്നു. വേറൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബ് എനിത്തിങ്, ഈ വെസൽ, അതിലും ഫെറസ് സൾഫേറ്റ് ആണ്. അതിൽ മുക്കി വെച്ചിരിക്കുന്നത്, അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അലൂമിനിയം. ക്വസ്റ്റ്യൻ എന്താണ് ഒബ്സർവ് ചെയ്യാന്നാണ്. ഇവിടെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യോ? ഇല്ല, കാരണം ഇയാൾ എന്താണ്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്. ഇയാൾ Fe, കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആണ് Fe. സോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു റിയാക്ഷനും ഒബ്സർവ് ചെയ്യില്ല. ഇവിടെയോ റിയാക്ഷൻ ഉണ്ടാവും, അല്ലെ. അലൂമിനിയം FeSO4 ആയിട്ട് റിയാക്ട് ചെയ്താൽ അലൂമിനിയം സൾഫേറ്റ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞിട്ടുണ്ടോ? നെയിം ദ റിയാക്ഷൻ ഇഫ് എനി ചേഞ്ച് ഇൻ കളർ ഇസ് നോട്ടീസ്ഡ്. ഓക്കെ, ഓൾസോ റൈറ്റ് കെമിക്കൽ. ഓക്കെ, എങ്ങനെ എഴുതും? ഇത് എഴുതുമ്പോൾ അലൂമിനിയമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഒന്നുകൂടി എഴുതാം. അലൂമിനിയം FeSO4 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഈ അലൂമിനിയം സൾഫേറ്റിന്റെ പ്രത്യേകത അലൂമിനിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആളാണ്. അപ്പം Al2SO4 thrice plus Fe 3 2. ഓക്കെ, അലൂമിനിയം ഫെറസ് സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ അലൂമിനിയം സൾഫേറ്റും അയണും സെപ്പറേറ്റ്, മീൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, next question. Decomposition reaction require energy in the form of heat or light or electricity for breaking down the reactants. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Write one equation each of decomposition reaction where energy is supplied in the form of heat, light and electricity. Heat യൂസ് ചെയ്യുന്നത് എവിടെ? സിങ്ക് കാർബണേറ്റ്, അല്ലേ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എവിടെയൊക്കെയാണ് നമ്മൾ ഡികമ്പോസിഷനിൽ ഹീറ്റ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്? ഹീറ്റ് യൂസ് ചെയ്താൽ ZnO + CO2, അല്ലേ. പിന്നെ ലൈറ്റ് AgCl, ലൈറ്റ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും നമ്മളതിനെ, അല്ലെ. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, ഇതൊക്കെ നമ്മളെ കെമിസ്ട്രിയിലുള്ള ഫോട്ടോ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ബ്രാഞ്ചുകളാണ്. ഓക്കെ, പിന്നെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് വാട്ടർ മോളിക്യൂൾ, അല്ലെ. 2H2O ബ്രേക്ക് ചെയ്യുമ്പം 2H2 + O2, ഇങ്ങനെയല്ലേ വരാം. ഓക്കെ, ഇതാണ് ആ ഒരു CBSE 2018 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. Yes, next question. Hope it is visible. 2 grams of silver chloride taken in a china dish and the china dish is placed in sunlight for some time. What will be your observation in this case? Write the chemical reaction involved in the form of a balanced chemical. നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതി 2AgCl gives 2Ag + Cl2. അത്രയേ ഉള്ളൂ.
Identify the type of reactions taking place in each of the following cases and write the balanced chemical equation. Zinc react with silver nitrate to produce zinc nitrate and silver. അതായത് zinc എന്ത് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ഷൻ നടക്കുമോ? നടക്കും. കാരണം സിൽവർ വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്, സിങ്ക് റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. ഫോർം ZnNO3 twice plus He. ഈ റിയാക്ഷൻ ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് പഠിക്കണം. കാരണം സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നൈട്രേറ്റ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ അങ്ങനെയാണ് വരിക. പൊട്ടാസ്യം അയോഡൈഡ് റിയാക്ട് വിത്ത് ലെഡ് നൈട്രേറ്റ്. അത് ഞാൻ എഴുതില്ല, കാരണം ഞാൻ 1-2 പ്രാവശ്യം എഴുതി കഴിഞ്ഞു. ലെഡ് അയോഡൈഡ് ഫോം ചെയ്യുന്നത്, പൊട്ടാസ്യം നൈട്രേറ്റും ലെഡ് അയോഡൈഡും ഫോം ചെയ്യുന്നത്. ഓക്കെ. കാൽഷ്യം ഓക്സൈഡ് റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് സ്ലേക്കഡ് ലൈം. അല്ലെ, CaOH twice നമ്മൾ സ്ലേക്കഡ് ലൈം എന്ന് പറയാം. This reaction can be classified as എന്തൊക്കെയാണ്? കോമ്പിനേഷൻ അല്ലേ? രണ്ട് സിമ്പിൾ പ്രൊഡക്റ്റ് ഫോം റിയാക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. കോമ്പിനേഷൻ ആണ്. എക്സോതെർമിക് ആണോ? യെസ്, എക്സ്ട്രീംലി എക്സോതെർമിക് ആണ്. എൻഡോതെർമിക് അല്ല. ഓക്സിഡേഷൻ ആണോ? അല്ല, ഓക്സിഡേഷൻ അല്ല. ഓക്സിഡേഷൻ റിയാക്ഷൻ ഒന്നും അല്ല. സോ ആൻസർ ഈസ് A and B. D ആണ് ആൻസർ വരിക. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. When hydrogen sulfide gas is passed through a blue solution of copper sulfate, a black precipitate of copper sulfide is obtained and the sulfuric acid also. So formed remains in the solution. The reaction is an example of A. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് H2S, right? Copper sulfate CuSO4 gives copper sulfide CuS plus H2SO4. ഇത് എന്ത് റിയാക്ഷനാ മക്കളെ? നിങ്ങൾ തന്നെ പറ. എന്ത് റിയാക്ഷനാ? കോമ്പിനേഷൻ ആണോ? ഡികമ്പോസിഷൻ ആണോ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണോ? ഡിസ്പ്ലേസ്മെന്റ് ആണോ? SO4ന്റെ കൂടെ ഇവിടെ Cu, ഇവിടെ SO4ന്റെ കൂടെ H2, ഇവിടെ S ന്റെ കൂടെ HCu, ഇവിടെ S ന്റെ കൂടെ H2. എന്ത് റിയാക്ഷനാ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. നോ ഡൗട്ട് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് അബൌട്ട് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ്. സോ ഈ 20 ക്വസ്റ്റ്യൻസ് കൊണ്ട് എവിടെ എത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട് നോക്കുക, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഈ ചാപ്റ്റർ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാം, ആകെ 5 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ റിസ്കി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല. കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്ററാണ് 3 and 4. ബാക്കിയെല്ലാം തന്നെ സിമ്പിൾ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ചെറിയ കണ്ടന്റും കാര്യങ്ങളേ ഉള്ളൂ. സോ ഹോപ്പ് യു ആർ പ്രിപ്പയർഡ് വെരി വെൽ ഫോർ യുവർ എക്സാമിനേഷൻ. All the best, my dear students, and thank you and study well.